ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ഭഗവാൻ വാമനമൂർത്തിയായി അവതരിച്ച് തന്റെ ഭക്തനായ മഹാബലിയെ അനുഗ്രഹിക്കുന്ന ഒരു ആഘോഷമായിട്ടാണ് നാം ഓണത്തെ കാണേണ്ടതും. ഓണാഘോഷവും നബിദിനവും രണ്ടും പറ്റൂല. ക്രിസ്മസും നബിദിനവും അത് രണ്ടുമില്ല. ക്രിസ്മസ് വേറൊരു മതത്തിൻ്റെതാണ്, ഓണാഘോഷം വേറൊരു വിഭാഗത്തിൻ്റെതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ നാടുകളിൽ ഒരുപാട് ആഘോഷങ്ങൾ നടക്കാറുണ്ട്. മതപരമായുള്ള ആഘോഷമുണ്ട്, അല്ലാത്ത ആഘോഷങ്ങളുമുണ്ട്. മതപരമായ ആഘോഷങ്ങൾക്ക് കൃത്യമായി മതവുമായി ബന്ധമുണ്ട്. അതിൽ ആ മതവിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾ പുണ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. വെറുതെ നേരം പോക്കിന് ആരും ആഘോഷിക്കുന്നതല്ല മതപരമായ ആഘോഷം. കൃത്യമായി നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് പലപ്പോഴും വിവാദമാകാറുണ്ട്. ഓണാഘോഷം, ക്രിസ്മസ് ആഘോഷം പോലെയുള്ള ആഘോഷങ്ങളിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കാറില്ല. എന്നാൽ മുസ്ലിം നാമധാരികളായ ആളുകൾ അത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉത്സവങ്ങളിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കാറില്ല. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മതനിയമപ്രകാരം അത്തരം ആഘോഷങ്ങളിലോ അത്തരം ആചാരങ്ങളിലോ അത്തരം വിശ്വാസങ്ങളിലോ ഇഴകിച്ചേരാൻ വേണ്ടി പാടില്ല എന്നുള്ളത് മതനിയമമാണ്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ സഹോദരങ്ങൾക്ക് കൃത്യമായി ആഘോഷത്തിന്റെ ഭാഗമായുള്ള നിയമങ്ങളുണ്ട്. പല കാര്യങ്ങളും അതിന്റെ ഓർഡർ അനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. വാമനമൂർത്തിയെക്കുറിച്ചുള്ള വർണ്ണനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ഭഗവാൻ വാമനമൂർത്തിയായി അവതരിച്ച് തന്റെ ഭക്തനായ മഹാബലിയെ അനുഗ്രഹിക്കുന്ന ഒരു ആഘോഷമായിട്ടാണ് നാം ഓണത്തെ കാണേണ്ടതും ആഘോഷിക്കേണ്ടതും. ഭഗവാന്റെ മഹത്വവും ശ്രേഷ്ഠതയും മനസ്സിലാക്കാൻ ഭക്തന്മാരിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഭാഗവതം ഭക്തന്മാരുടെ ചരിത്രമാണ്. ഒരു യഥാർത്ഥ ഭക്തൻ ആരാണ് എന്നത് നമുക്ക് മഹാബലിയിലൂടെ വാമനമൂർത്തി കാണിച്ചു തരുന്നു. ഒരു യഥാർത്ഥ ഭക്തൻ തന്റെ കർത്തവ്യധർമ്മങ്ങളെ കൃത്യനിഷ്ഠയോടെ പാലിക്കുന്നവനായിരിക്കും. തന്റെ കർത്തവ്യങ്ങൾ പൂജ പോലെ ചെയ്യുന്നവനായിരിക്കും. കർമ്മത്തെ പൂജയായി കാണുന്നവനാണ് ഭക്തനെന്ന് ആദ്യം നാം ഓർക്കണം. ഓണം ചിങ്ങമാസത്തിലാണ് ഓണം മലയാളികൾ ആഘോഷിക്കുന്നത്. മഹാബലി തൻ്റെ പ്രജകളെ കാണുവാൻ വർഷത്തിലൊരിക്കൽ എത്തുന്ന ദിവസമാണ് ഓണം എന്ന് കരുതിപ്പോരുന്നു. എന്നാൽ ഓണം ആത്യന്തികമായി ഒരു വിളവെടുപ്പ് അഥവാ വ്യാപാരോത്സവമാണെന്ന് കരുതിപ്പോരുന്നു. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസമാണ് പ്രധാനമായും ഓണം ആഘോഷിക്കുന്നത്. അതേസമയം അവിട്ടം, ചതയം എന്നീ ദിവസങ്ങൾ 3-ാം ഓണം, 4-ാം ഓണം എന്ന രീതിയിലും ആഘോഷിക്കുന്നു. ഓണത്തെ സംബന്ധിച്ച് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയം മഹാബലിയുടേതാണ്. മഹാബലി എന്നൊരു അസുര ചക്രവർത്തി നാടു ഭരിച്ചിരുന്നു. എല്ലായിടത്തും ജയിച്ചവനായിരുന്ന മഹാബലിയുടെ ഗർവ് മാറ്റുന്നതിന് വാമനൻ എന്ന ബ്രാഹ്മണ ബാലനായി മഹാവിഷ്ണു അവതരിച്ച് തപസ്സു ചെയ്യുവാൻ 3 അടി മണ്ണ് മഹാബലിയോട് ചോദിച്ചു. മഹാബലി അത് നൽകാമെന്ന് സമ്മതിച്ചു. തൽക്ഷണം പ്രപഞ്ചത്തോളം വലിയ കൈകൊണ്ട് വാമനൻ 2 അടി കൊണ്ട് ഭൂമിയും ആകാശവും അളന്ന ശേഷം 3-ാമത്തേത് എവിടെയെന്ന ചോദ്യത്തിന് സത്യവാനായ മഹാബലി സ്വന്തം ശിരസ് കുനിച്ചു കൊടുത്തു. വാമനൻ ആ ശിരസിൽ ചവിട്ടി മഹാബലിയെ പാതാളത്തിലേക്ക് അയച്ചു. തൻ്റെ പ്രിയ ജനതയെ ആണ്ടിലൊരിക്കൽ വന്നു കണ്ടുകൊള്ളുവാൻ മഹാബലിക്ക് വാമനൻ നൽകിയ അവസരമാണ് തിരുവോണമായി കേരളീയർ ആഘോഷിക്കുന്നത്. ഓണാഘോഷത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പൂക്കളം. തിരുവോണ ദിവസം വരുന്ന മഹാബലിയെ സ്വീകരിക്കുന്നതിന് അത്തം മുതൽ ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ്. മുറ്റത്ത് ചാണകം മെഴുകിയാണ് പൂക്കളം ഒരുക്കുന്നത്. ചിങ്ങത്തിലെ അത്തം നാൾ മുതലാണ് പൂക്കളം ഒരുക്കാൻ തുടങ്ങുന്നത്. ആദ്യത്തെ ദിവസമായ അത്തം നാളിൽ 1 നിര പൂവ് മാത്രമേ പാടുള്ളൂ. ചുവന്ന പൂവിടാനും പാടില്ല. 2-ാം ദിവസം 2 ഇനം പൂവുകൾ, 3-ാം ദിവസം 3 ഇനം പൂവുകൾ എന്നിങ്ങനെ ഓരോ ദിവസവും കളത്തിന്റെ വലുപ്പം കൂടി വരുന്നു. ചോദ്യനാൾ മുതൽ മാത്രമേ ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളൂ. ഉത്രാടത്തിൻ നാളിലാണ് പൂക്കളം പരമാവധി വലുപ്പത്തിൽ ഒരുക്കുന്നത്.
മൂലം നാളിൽ ചതുരാകൃതിയിലാണ് പൂക്കളം ഒരുക്കേണ്ടത്. പുലിയുടെ വേഷം ധരിച്ചുള്ള കളിയാണ് പുലിക്കളി. ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് ഇത് അരങ്ങേറുന്നത്. മെയ് വഴക്കവും ബലവുമുള്ള പുരുഷന്മാരാണ് പുലിവേഷം കെട്ടുന്നത്. മധ്യകേരളത്തിൽ തൃശ്ശൂരും പ്രാന്തപ്രദേശത്തും എറണാകുളം ജില്ലയിലെ തൃക്കാക്കര ദേശത്തുമാണ് ഇതിനുള്ള പ്രചാരം. ഓണത്തിൻ്റെ ഏറ്റവും പ്രധാന ആകർഷണമാണ് ഓണസദ്യ. നാക്കിലയിലാണ് ഓണസദ്യ വിളമ്പാറുള്ളത്. കാളൻ, ഓലൻ, എരിശ്ശേരി എന്നിവയാണ് ഓണസദ്യയിൽ പ്രധാന വിഭവങ്ങൾ. അവിയലും സാമ്പാറും പിന്നീട് വന്നതാണ്. 4 കൂട്ടം ഉപ്പിലിട്ടതാണ് കണക്ക്. കടുമാങ്ങ, നാരങ്ങ, ഇഞ്ചിപ്പുളി, ഇഞ്ചിത്തൈര്. പപ്പടം ഇടത്തരമായിരിക്കും. ചേന, പയർ, വഴുതനങ്ങ, പാവയ്ക്ക, ശർക്കര പുരട്ടിക്ക് എന്നീ ഉപ്പേരികൾക്ക് പുറമെ പഴനുറുക്കും പഴവും പാലടയും പ്രഥമനും. ഓരോ ദേശത്തിന് അനുസരിച്ച് സദ്യവട്ടങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകും. എന്നതുപോലെ ക്രൈസ്തവർക്ക് ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് അതിൻ്റെതായ നിയമങ്ങളും കാര്യങ്ങളുമുണ്ട്. അതനുസരിച്ചാണ് അവർ ആഘോഷിക്കുന്നത്. അല്ലാതെ അവർക്ക് തോന്നിയ ഏതെങ്കിലും ഒരു ദിവസം, ഏതെങ്കിലും ഒരു സമയം അവർക്ക് തോന്നിയ രൂപത്തിൽ ആരും ആഘോഷിക്കാറില്ല. അത് ഓണം ആഘോഷമായി കഴിഞ്ഞാലും ശ്രീകൃഷ്ണ ജയന്തി ആയി കഴിഞ്ഞാലും ഈ ക്രിസ്മസ് ആഘോഷമായി കഴിഞ്ഞാലും അതുപോലെയുള്ള മറ്റേത് ആഘോഷമായി കഴിഞ്ഞാലും. ഇനി മുസ്ലിങ്ങളുടെ ആഘോഷം നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ 2 പെരുന്നാൾ ആഘോഷം, അതാണ് ഇസ്ലാമിലെ പ്രധാനപ്പെട്ട 2 ആഘോഷം. അതല്ലാതെ ചില ആളുകൾ ആഘോഷിക്കുന്ന നബിദിനം ആഘോഷം, അതിനും കൃത്യമായി നിയമങ്ങളും കാര്യങ്ങളുമുണ്ട്. അത് ആഘോഷിക്കുന്ന ആളുകൾക്ക് അതനുസരിച്ചാണ് അവർ ആഘോഷിക്കുന്നത്. അവർക്ക് ഏതെങ്കിലും ഒരു ദിവസം, ഏതെങ്കിലും ഒരു രൂപത്തിൽ, ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങനെ ആഘോഷിക്കുന്നതല്ല. നബിദിനം ആഘോഷിക്കുന്നവർ റബീഉൽ അവ്വൽ 12-ന് കെങ്കേമമായി ആഘോഷിക്കുന്നു. റബീഉൽ അവ്വൽ 1 മുതൽ 10 വരെയോ ഇല്ലെങ്കിൽ റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെയോ അത് ആഘോഷിക്കുന്നുണ്ട്. എന്നതുപോലെ തന്നെ ഈ പറയുന്ന ആഘോഷങ്ങൾക്കും കൃത്യമായ ടൈമുകളും കാര്യങ്ങളും ആഘോഷവുമായി ബന്ധപ്പെട്ട് പല ദിവസങ്ങളും ഒക്കെയുണ്ട്. അതൊക്കെ മതപരമായിട്ടുള്ളതാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇത്തരം മതപരമായ ആഘോഷങ്ങളൊക്കെ ജനകീയവൽക്കരിച്ച് ഇതൊക്കെ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് ആഘോഷിക്കണം, ഇതിൽ നിന്ന് ആരും മാറി നിൽക്കാൻ പാടില്ല എന്നൊന്നും ആർക്കും പറയാനുള്ള അവകാശമില്ല. ഇഷ്ടമുള്ളവർക്ക് ആഘോഷിക്കാം, ആഘോഷിക്കാതിരിക്കാം. എന്നതുപോലെ തന്നെ വിശ്വാസികൾക്ക് അങ്ങനെയുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അവകാശം മതനിയമങ്ങൾ പാലിക്കുന്ന, മതനിയമങ്ങൾ പഠിച്ച ആളുകൾക്ക് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല എങ്കിൽ അവർക്ക് പങ്കെടുക്കാം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കൽ തെറ്റില്ല എങ്കിൽ അവർക്ക് അത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കാം. അതൊന്നും ഒരു വിഷയമേ അല്ല. എന്നാൽ മതപരമായി അത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുണ്ട് എങ്കിൽ അത് കൃത്യമായി പാലിക്കേണ്ടത് യഥാർത്ഥ മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. അതല്ലാതെ മതനിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നിഷ്ടപ്രകാരം ജീവിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ യഥാർത്ഥ മതവിശ്വാസിയാണ് എന്ന് നമ്മൾ ആരും പറയില്ല. അവൻ തോന്നിവാസിയാണ് എന്ന് പറയും. അവർക്ക് തോന്നിയതുപോലെ അവൻ ജീവിക്കുന്നു. അങ്ങനെയുള്ള ആളുകളെയാണല്ലോ തോന്നിവാസി എന്ന് പറയുക. അഥവാ മതനിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് യഥാർത്ഥ മതവിശ്വാസി. അതല്ലാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ആളുകൾ ഒരിക്കലും യഥാർത്ഥ മതവിശ്വാസിയാണ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഹൈന്ദവരുമായോ ക്രൈസ്തവരുമായോ യാതൊരു രീതിയിലെ ബന്ധം പാടില്ല എന്നൊന്നുമല്ല ഈ പറഞ്ഞു വരുന്നത്. അവരോടൊക്കെ സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ നമുക്ക് വേണം. അതൊക്കെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധവുമാണ്. ആരോടും വിഭാഗീയത ഉണ്ടാകാൻ വേണ്ടി പാടില്ല. വർഗീയത മനസ്സിൽ പോലും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അവൻ ഹൈന്ദവനാണ് എന്ന രീതിയിലോ മറ്റവൻ ക്രൈസ്തവനാണ് എന്ന രീതിയിലോ ഒരുത്തൻ മതമില്ലാത്തവനാണ് എന്ന രീതിയിലോ മനസ്സിൽ വർഗീയത വെച്ചുകൊണ്ട് ജീവിക്കുന്നവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്ന് തന്നെയാണ് ഇസ്ലാം മത നിയമപ്രകാരം നാം മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, ഞാനിവിടെ പറഞ്ഞു വരുന്നത് മുസ്ലിം പണ്ഡിതന്മാർ ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും അവർക്ക് വർഗീയതയാണ് എന്ന്. അത് തീർത്തും തെറ്റാണ്. അവർ ഓണം നടത്താൻ വേണ്ടി പാടില്ല, ഓണം ഒരിക്കലും ആഘോഷിക്കാൻ വേണ്ടി പാടില്ല, ആരും ആഘോഷിക്കാൻ വേണ്ടി പാടില്ല എന്നൊക്കെ പറയുന്നത് പച്ച വർഗീയതയും തോന്നിവാസവുമാണ് എന്നതിൽ ഒരു സംശയവുമില്ല. എന്നാൽ മുസ്ലിങ്ങൾക്ക് അത് പാടില്ല എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ നിയമപ്രകാരമാണ്. മതമനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം മുസ്ലിങ്ങൾക്കുണ്ട്, ക്രിസ്ത്യാനികൾക്കുള്ളത് പോലെ, ഹൈന്ദവർക്കുള്ളത് പോലെ. മനസ്സിലായല്ലോ? ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും ഉള്ളതുപോലെ മുസ്ലിങ്ങൾക്കും ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. ആ അവകാശ പ്രകാരം അവർ ഇസ്ലാമിന്റെ നിയമപ്രകാരം ഓണാഘോഷം പാടില്ല എന്ന് പറഞ്ഞാൽ
ക്രിസ്മസ് ആഘോഷം പാടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിവെച്ചു കൊടുക്കേണ്ടതാണ്. അതിനപ്പുറം ഇത്തരത്തിലുള്ള ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളെ പുച്ഛിക്കുകയോ അവഹേളിക്കുകയോ കളിയാക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പച്ച തോന്നിവാസമാണ്. ഇത് മുസ്ലിം പണ്ഡിതൻ ചെയ്താലും ശരി, മുസ്ലിം നാമധാരി ചെയ്താലും ശരി, ആര് ചെയ്താലും ശരി, അതിനെ നിയമപരമായി തന്നെ നേരിടുകയും വേണം. ഞാനിവിടെ ഇത് പറയാൻ വേണ്ടി കാരണം, ഇപ്പോൾ നബിദിനം ആഘോഷം വരികയാണ്. ഈ പറയപ്പെടുന്ന നബിദിനം ആഘോഷത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളുണ്ട്. നമുക്കറിയാം, ഞാനടക്കമുള്ള ആളുകൾ നബിദിനം ആഘോഷത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ബർത്ത്ഡേ ആഘോഷം സ്വന്തം മകന്റെ ഇല്ലെങ്കിൽ സ്വന്തത്തിന്റെ ഭാര്യയുടെ, ഉപ്പയുടെ, ഉമ്മയുടെ, ഏട്ടത്തിയുടെ, അനിയത്തിയുടെ, ജ്യേഷ്ഠന്റെ, അനുജന്റെ, ഇങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ ബർത്ത്ഡേ ആഘോഷം അതുപോലും നടത്താൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാനും അതിൽപ്പെട്ട ആളാണ്. അതല്ലാതെ കേവലം ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളിൽ മാത്രം പങ്കെടുക്കാൻ പാടില്ല എന്നല്ല. സ്വന്തം വീട്ടിലെ സ്വന്തം ചോരയിൽ പിറന്ന നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മകന്റെ, മകളുടെ ബർത്ത്ഡേ പോലും ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ അതിന് എന്റേതായ കാരണമുണ്ട്. അതെന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഒരിക്കലും ഇത്തരം ആഘോഷങ്ങൾ ഞാൻ വിശ്വസിക്കുന്ന മതം എനിക്ക് അനുവദിച്ചു തരുന്നില്ല. അപ്പോൾ ഞാൻ മതമനുസരിച്ച് ജീവിക്കുന്ന ആളാണ് എങ്കിൽ ഇത്തരം ആഘോഷങ്ങൾ എനിക്ക് പാടുള്ളതല്ല. ഞാൻ മതനിയമം അനുസരിച്ചാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇത്തരം ആഘോഷങ്ങളിൽ നിന്ന് ഞാൻ മാറി നിൽക്കണം. അതിന് എന്റെ മക്കളെയോ ഞാനുമായി ബന്ധപ്പെട്ട ആളുകളെയും ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കാൻ പോലും പാടില്ല. കാരണം ഞാനൊരു ഉദാഹരണത്തിലൂടെ അത് പറഞ്ഞു തരാം. നമ്മുടെ നാടുകളിൽ ലഹരിയുടെ ഉപയോഗം വ്യാപകമാണ്. അതിൽ മുസ്ലിം നാമധാരികളും അല്ലാത്ത ആളുകളും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ വീടുകളിൽ അതുമൂലം വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുമുണ്ട്. അവരുടെ മാതാപിതാക്കളും ഒക്കെ നിരവധി കുടുംബത്തിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വിഷയമാണ് ഈ ലഹരിയുടെ ഉപയോഗം. സ്വന്തം അച്ഛനെ തന്നെ കൊല്ലുന്ന, അമ്മയെ കൊല്ലുന്ന, അതുപോലെ തന്നെ പല ക്രിമിനൽ കേസുകളിൽ അകപ്പെടുന്ന പലരുടെയും പശ്ചാത്തലം ലഹരിയുടെ ഉപയോഗം തന്നെയാണ് എന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാം. ഞാൻ ലഹരിക്കെതിരെ സംസാരിക്കുന്ന ഒരാളാണ്. അതിനെ ഒരിക്കലും അനുകൂലിക്കുന്ന ആളല്ല. അതെന്റെ മതപരമായ വിശ്വാസം കൂടിയാണ്. അതിന് ഞാൻ ഇവിടെ മതനിയമം പറയേണ്ട ആവശ്യമില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയം കൂടിയായതുകൊണ്ട്. ഇവിടെ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം മതവിശ്വാസിയല്ല. അദ്ദേഹം നല്ലവണ്ണം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളാണ് എന്ന് വെക്കുക. അദ്ദേഹത്തിന്റെ കുറച്ച് സുഹൃത്തുക്കൾ, അതിൽ മതമുള്ളവനും മതമില്ലാത്തവനും ഒക്കെ ഉണ്ട്. അതായത് ജോസഫും രാജീവനും അതുപോലെ തന്നെ മമ്മദും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഒന്നിച്ചിരുന്ന് മദ്യപിക്കാൻ പോവുകയാണ്. എല്ലാവരും ഷെയർ കൂടുന്നു. ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത്, നിരീശ്വരവാദിയായ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് വന്ന് ചോദിക്കുകയാണ്. അദ്ദേഹത്തിന് നമുക്കൊരു പേര് നൽകാം. അദ്ദേഹത്തിന്റെ പേര് ചന്ദ്രൻ എന്നാക്കാം. അദ്ദേഹം എൻ്റെ അടുക്കൽ വന്ന് എന്നോട് ചോദിക്കുന്നു, എല്ലാവരും ഷെയർ കൂടുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഷെയർ കൂടാൻ ക്യാഷ് ഇല്ല, അതുകൊണ്ട് നീ എനിക്കൊരു 100 രൂപ തരണം. കടമായി തന്നാൽ മതി, ഞാൻ നിനക്ക് നാളെ അത് തിരിച്ചു നൽകാം എന്ന് പറയുന്നു. ഞാൻ അദ്ദേഹത്തിന് 100 രൂപ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അത് കൊണ്ടുപോയി അവരുമായി ഷെയർ കൂടി നന്നായി മദ്യപിച്ചാണ് വീട്ടിലേക്ക് പോവുക. അത് ഉറപ്പാണല്ലോ. മദ്യത്തെ എതിർക്കുന്ന ഞാൻ അദ്ദേഹത്തിന് ഒരു 100 രൂപ, എൻ്റെ ഒരു സുഹൃത്തല്ലേ, അവനെ ചൊടിപ്പിക്കണ്ട, അവന്റെ ഇഷ്ടമല്ലേ, അവന്റെ താല്പര്യമല്ലേ, അവൻ അതനുസരിച്ച് ജീവിച്ചോട്ടെ, ഞാൻ എൻ്റെ പാട് നോക്കി പോകാം എന്ന രീതിയിൽ അദ്ദേഹത്തിന് 100 രൂപ ഞാൻ കടം കൊടുത്തു കഴിഞ്ഞാൽ എന്നെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുക? വാക്കിനും പ്രവൃത്തിക്കും ഒരു മൂല്യവുമില്ലാത്ത ഒരു സാധനമായിട്ട് എന്നെയല്ലേ കാണുക? അദ്ദേഹത്തോടുള്ളതിനേക്കാളും ദേഷ്യം എന്നോടല്ലേ നിങ്ങൾക്ക് ഉണ്ടാകുക? കാരണം എൻ്റെ മതനിയമപ്രകാരം എനിക്കത് പാടില്ല. ഞാൻ അതിനെ എതിർക്കുന്ന ഒരാളാണ്. അതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് കൃത്യമായി ധാരണയുള്ള ഒരാളാണ്. ഒരു മാനുഷിക മൂല്യം വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, നിരുത്സാഹപ്പെടുത്താൻ നിൽക്കുന്നതിന് പകരം അദ്ദേഹത്തിന് കടമായി 100 രൂപ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ മദ്യത്തിലേക്ക് ഇല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങളിലേക്ക് ഞാൻ ബോധപൂർവം തള്ളിവിടുകയാണ് ചെയ്തത്. നീയാണ് യഥാർത്ഥ ക്രൂരൻ എന്നല്ലേ നിങ്ങൾ പറയുക? ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം. ഞാൻ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഞാൻ അതുമായി സഹകരിച്ചാൽ ഞാൻ മതപരമായി ചെയ്ത തെറ്റാണ്, സാമൂഹികപരമായി ചെയ്തതും തെറ്റാണ്. ഒരാളൊരു തെറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നതിന് പകരം
അദ്ദേഹത്തെ സഹായിക്കുന്ന ഏർപ്പാടാണ് ഞാൻ ചെയ്ത് എന്നതിൽ യാതൊരു സംശയവും നമുക്ക് ആർക്കും തന്നെ ഉണ്ടാകില്ല. സഹോദരങ്ങളെ, ഇവിടെ ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ അതൊക്കെ നിങ്ങൾ എല്ലാവരും അംഗീകരിക്കും എന്ന വിശ്വാസമൊന്നും എനിക്കില്ല. അത് നിങ്ങൾ എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അതനുസരിച്ചായിരിക്കാം. പലർക്കും ഞാൻ പറഞ്ഞതിനെ പുച്ഛ മനോഭാവത്തോടെ കാണാം. ചില ആളുകൾ അവൻ പറഞ്ഞതിലും ശരിയില്ലേ എന്ന രൂപത്തിലും കാണും. ചില ആളുകൾ പറയും നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് യാഥാർത്ഥ്യം എന്ന്. അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാം. ഇവിടെ ഞാൻ പറയുന്നത് മതമൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കുക, മതനിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് ഒരു മതവിശ്വാസിയുടെ ബാധ്യതയാണ്. അപ്പോഴാണ് യഥാർത്ഥ മതവിശ്വാസി അവനാകുന്നത്. പെട്ടെന്ന് മനസ്സിലാകാൻ, ഇന്ത്യയിൽ സിഗരറ്റ് പൊതു ഇടങ്ങളിൽ നിന്ന് വലിക്കാൻ വേണ്ടി പാടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ നിന്നും സിഗരറ്റ് വലിക്കാൻ വേണ്ടി പാടില്ല. അത് നിയമപരമായി തെറ്റാണ്. എന്നാൽ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നിഷ്ടപ്രകാരം ആണ് ഒരുത്തൻ പോകുന്നത് എങ്കിൽ അവൻ ആളുകൾ കൂടുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ് എനിക്കൊരു സിഗരറ്റ് വലിച്ചാൽ കൊള്ളാം. അങ്ങനെ അദ്ദേഹം സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെക്കുകയാണ്, തീപ്പെട്ടി എടുത്ത് കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, കത്തിച്ചു. അങ്ങനെ ഒരു പുക അങ്ങോട്ടേക്ക് വലിച്ചു. അപ്പോഴാണ് ഒരു പോലീസ് വാഹനം അതിലൂടെ പോകുന്നത്. സ്വാഭാവികമാണ്, പോലീസ് വാഹനം അവിടെ നിർത്തും. അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിക്കും. അദ്ദേഹത്തിന് ഫൈൻ എഴുതി കൊടുത്തിട്ട് പോലീസുകാർ പോകും. അത് എന്താണ് കാരണം? ഇന്ത്യയിലെ നിയമപ്രകാരം പൊതു ഇടങ്ങളിൽ നിന്ന് സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പേരിൽ കേസ് വരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. വിദേശ രാജ്യങ്ങളിൽ സിഗരറ്റ് വലിക്കൽ പൊതു ഇടങ്ങളിൽ ഒരു പ്രശ്നവുമില്ല എങ്കിൽ അദ്ദേഹത്തിന് അതിലൂടെ യാതൊരു രീതിയിലെ പ്രയാസം ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. അദ്ദേഹം ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ നിന്ന് തന്നെ സിഗരറ്റ് വലിക്കും. ഇപ്പോൾ UAE-യിലൊക്കെ അങ്ങനെ സിഗരറ്റ് വലിക്കുന്ന പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിത് പറയാൻ വേണ്ടി കാരണം, ഒരു നിയമം, ആ നിയമത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, ആ നിയമം നമ്മൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ് എങ്കിൽ അതനുസരിച്ച് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. ഇതേ കാര്യം തന്നെയാണ് മതവിശ്വാസത്തിന്റെ കാര്യത്തിലും നാം ഉൾക്കൊള്ളേണ്ടത്. നമുക്ക് ഒരു ഉസ്താദിന്റെ സംസാരം കേൾക്കാം. ഓണാഘോഷവും നബിദിനവും രണ്ടും പറ്റൂല. ക്രിസ്മസും നബിദിനവും അത് രണ്ടുമില്ല. ക്രിസ്മസ് വേറൊരു മതത്തിൻ്റെതാണ്, ഓണാഘോഷം വേറൊരു വിഭാഗത്തിൻ്റെതാണ്. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഒട്ടകത്തിന്റെ പാല് കുടിക്കുന്നില്ല. എന്തേ കാരണം എന്ന് വെച്ചപ്പോ മൂപ്പര് പണ്ട് യഹൂദി മതത്തിൽ നിന്നാണ് ഇസ്ലാമിലേക്ക് വന്നത്. യഹൂദി മതത്തിൽ ഒട്ടകത്തിന്റെ പാല് കുടിക്കരുതായിരുന്നു, അതുകൊണ്ട് ഇപ്പോഴും കുടിക്കണില്ല. അപ്പോഴാണ് ഖുർആന്റെ ആയത്തിറങ്ങിയത്, അലോ ഉദ്ഖുലൂ ബിസ്സിൽമി കാഫ, ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ ഫുള്ള് കയറിക്കൊള്ളണം. ഹാഫ് അത് മുട്ടാൻ പ്ലേറ്റ്, ചിക്കൻ ബിരിയാണി ഹാഫ്, ഇസ്ലാം ഫുൾ ഓപ്ഷനേ ഉള്ളൂ. ഓണാഘോഷമുണ്ട്, ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് നബിദിന പരിപാടിയുണ്ട്, ക്രിസ്മസും ഉണ്ട്, പള്ളി പരിപാലനുണ്ട്. എവിടെ നട കിട്ടിയത്? പറ്റൂല മോനെ, പറ്റൂല. ഇസ്ലാം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, the received religion near the Allah, Islam only. അത് നമ്മുടെ കൽബിൽ ഉണ്ടാവണം. അപ്പൊ നമ്മുടെ സ്നേഹം അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. അത് മതനിയമമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൽ നിന്നുള്ളതാണ് മതം. ആ മതത്തിന് ഒരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് മാത്രമാണ് യഥാർത്ഥ വിശ്വാസി മുമ്പോട്ട് പോകുക. അങ്ങനെ ആയിരിക്കണം വിശ്വാസികൾ മുമ്പോട്ട് പോകേണ്ടത്. അതനുസരിച്ച് ക്രിസ്തുമസ് ആഘോഷമോ അതല്ലെങ്കിൽ ഓണാഘോഷമോ മുസ്ലിമിന് പാടുള്ളതല്ല. മതനിയമങ്ങൾ പൂർണ്ണമായും പാലിക്കേണ്ടതാണ്. അപ്പോഴാണ് ഒരു യഥാർത്ഥ വിശ്വാസിയാകുന്നത്. മതം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇസ്ലാം മതം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അതിൽ എനിക്ക് തോന്നിയതുപോലെ, എന്റെ ഇഷ്ടം പോലെ എന്ന ഒരു നിയമമില്ല. പൂർണ്ണമായും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക, അള്ളാഹുവിന്റെ നിയമങ്ങൾ അംഗീകരിക്കുക, അതാണ് യഥാർത്ഥ വിശ്വാസി ചെയ്യേണ്ടത്. അതനുസരിച്ച് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ബർത്ത്ഡേ ആഘോഷം മുസ്ലിങ്ങൾക്ക് പാടുള്ളതല്ല. അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞ നബിദിനം ആഘോഷവും മുസ്ലിങ്ങൾക്ക് പാടുള്ളതല്ല. കാരണം ഇതൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതല്ല, ഇസ്ലാം അനുവദിച്ചു തന്നതുമല്ല. ബർത്ത്ഡേ ആഘോഷവുമായി ബന്ധപ്പെട്ട് മുസ്ലിയാർ പറയുന്നത് കേൾക്കാം. നിന്റെ മോന്റെ ബർത്ത്ഡേ നീ നടത്തും, അത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾക്ക് സംശയം വേണ്ട. ക്രിസ്ത്യാനികളിൽ നിന്നാണ് ഈ ബർത്ത്ഡേ കഴിക്കൽ ആചരിച്ചു പോകുന്നത്. ക്രിസ്ത്യാനികളെ ക്രിസ്തീയ പ്രവർത്തനാണ്. ബർത്ത്ഡേ കഴിക്കാൻ ഏത് അലിമ പറഞ്ഞത്? ഷാഫിയിലോ ഹനഫിയിലോ ഹൻബലിയിലോ മാലിക്കോ ഒരു മദ്ഹബിലും ബർത്ത്ഡേ കഴിക്കാൻ പറഞ്ഞില്ല.
ജന്മ ഡേറ്റ് നോക്കുക, എല്ലാ മഹാന്മാരുടെ ജന്മ ഡേറ്റ് നോക്കി നമുക്ക് കാണാമല്ലോ. എന്നിട്ട് അത് ഇതിലൂടെ വിടുക. ഇന്ന് ഇന്നാൾ ജനിച്ച ദിവസമാണ്, ഇന്ന് അവർക്ക് യാസിനോദി ഫാത്തിയോദി ഇങ്ങനെ പരിപാടിയാക്കുക. ഈ പ്രവണത നമ്മൾ നിർത്തണം. നമ്മളിങ്ങനെ ഓരോ അമലുകൾ നമ്മൾ തുടങ്ങരുത്. അത് ചെയ്യുന്നവർ ഒരു സൽക്കർമ്മം എന്ന നിലക്കാണ് ചെയ്യുന്നത്, അതൊരിക്കലുമല്ല. നമ്മുടെ മലബാറിലെ ഉലമാ ആരും അവരുടെ ജന്മദിനം ആഘോഷിച്ചില്ല. ജന്മദിനം അറിയാത്തത് കൊണ്ടല്ല. 90% അയ്മത്തും നമ്മുടെ മുൻഗാമികളായ ഉലമാവും അവരുടെ ജന്മദിനം അറിയുന്നവരാണ്. അവരുടെ ഉസ്താദുമാരുടെ ജന്മദിനം അറിയുന്നവരാണ്. ഓക്കെ, ഉസ്താദിന്റെ ജന്മദിനം ആരും ആഘോഷിക്കാറില്ല. ഷാലിയാത്തിയുടെ ജന്മദിനം ആഘോഷിക്കാറില്ല. സമസ്ത മുഷാവർ മെമ്പർമാർ ആരുടെയും, പഴയകാല മെമ്പർമാരുടെ ആരുടെയും ജന്മദിനം ആഘോഷിക്കാറില്ല. ഈ ഒരു സ്വഭാവം ഷെയ്ഖുന എ പി ഉസ്താദ് ജനിച്ച ദിവസം എല്ലായിടത്തുനിന്ന് അറിയിക്കുക, ഇതൊന്നും നമ്മൾ ചെയ്യരുത്. ഇമാമിയങ്ങളുടെ ഇബാറത്തുകളിൽ നിന്ന്, കായിദകളിൽ നിന്ന് മസലകൾ കണ്ടെത്തി പറയാൻ അവകാശമൊന്നും നമുക്കില്ല. അത് വളരെ അപകടകരമാണ്. കായിദകൾ അവർ പറയും, അത് ഫിഖഹിന്റെ ചില ഹസ്റുകൾക്കും മറ്റുമാണ്. അത് മനസ്സിലാക്കാനൊക്കെയാണ്. നാം അതിൽ നിന്ന് മസലകൾ കണ്ടെടുക്കുന്നത്, അതിനെ വെച്ച് മസലകൾ കണ്ടെടുക്കുന്നത് വലിയ അപകടം സൃഷ്ടിക്കും, ദീന് കേടുവരലേക്ക് എത്തും. അതൊരു വലിയ കർമ്മമായി ഇന്ന് പല സ്ഥലത്തും പലരും ഈ ജനിച്ച ജീലാനി തങ്ങൾ ജനിച്ച ദിവസം ആണെന്ന് അപ്പോൾ ഒരു യാസീനും ഫാത്തിയും ഒക്കെ പരിപാടിയാക്കുക. അതില്ല. അതിലേറെ ഗുരുതരമാണ് ഈ മഹാന്മാരല്ലാത്തവരുടെ ജന്മദിനം കൊണ്ടാടുന്നത്, ബർത്ത്ഡേ. എന്താണ് ചെയ്യുക? ഇതിനൊക്കെ തലയിക്കെട്ടിയവരും ഒപ്പം നിന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ അപകടം തന്നെയാണ്. പിറന്നാൾ ആഘോഷം അമുസ്ലിങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നത്. രാഷ്ട്രീയ നേതാക്കളൊക്കെ പടത്തൊക്കെ പലരും ചെയ്തിരുന്നല്ലോ. അവർ ജനിച്ച ദിനം ലഡു വിതരണം, പിന്നെ മറ്റത് അത് ഇത്, പിന്നെ കേക്ക് മുറിക്കൽ, ഇത് മുഴുവൻ ഒപ്പിയെടുത്ത് നമ്മളും അത് പകർത്തുകയും അതിന് സുയുത്തിമാവിന്റെ രേഖയും മറ്റും നിരത്തി. അവരാരും അവർക്ക് ജനിച്ച മക്കളെ ജന്മദിനം നടത്തിയത് ഒരു രേഖയും കാണാൻ കഴിയില്ല. അവരും ജനിച്ചവരാണ്, അവർ നടത്തിയത് കാണാൻ കഴിയില്ല. ഇതൊരു വലിയ അപകടമായി മാറിയിട്ടുണ്ട്. അത് ഏത് അർത്ഥത്തിന് പറഞ്ഞാലും അത് ശരിയല്ല. അത് നിർത്തണം നമ്മൾ. ഈ കുട്ടികളെ പിറന്നാൾ ആഘോഷിക്കുന്നത്, എന്നിട്ട് അന്ന് അതിനൊരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി അതിനൊരു യാസി എന്ന് പേരിട്ട് അല്ലെങ്കിൽ ഒരു മൗലിദ് ഓതി, അതാണ് നന്നാവെന്ന് മനസ്സിലാക്കുക. നിയ്യത്ത് വളരെ സൂക്ഷിക്കണം. ഓരോ വിഷയങ്ങൾക്ക് ഒരു കോലം മാറ്റി ഒരു യാസീൻ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രമാണ് നന്നാവുന്നില്ല. ഇല്ലാത്ത ആചാരങ്ങൾ, വിദഅത്തുകൾ നാം കൊണ്ടുവരരുത്. കേട്ടില്ലേ സഹോദരങ്ങളെ? മതനിയമം അനുസരിച്ച് ബർത്ത്ഡേ ആഘോഷം പാടുള്ളതല്ല. അത് മതം പഠിച്ച പണ്ഡിതന്മാർ ആരും തന്നെ ചെയ്തിട്ടില്ല, മുൻഗാമികൾ ആരും തന്നെ ചെയ്തിട്ടില്ല. ഇനി പൂർവിക പ്രവാചകന്മാർ അവരുടെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടോ? നമുക്ക് സമസ്തയുടെ പുസ്തകങ്ങളിൽ നിന്ന് തന്നെ പരിശോധിക്കാം. സഹോദരങ്ങളെ, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന സുന്നി വോയിസ് ആണ്. 2002 ഇറങ്ങിയ സുന്നി വോയിസിൽ പറയുന്നത്, അതേസമയം പൂർവിക പ്രവാചകന്മാരുടെ ജന്മദിനം കഴിഞ്ഞ കാല മുസ്ലിങ്ങൾ ആചരിച്ചതായി എവിടെയും കാണുന്നില്ല. അതുകൊണ്ടാണ് ഇന്നും അത് പ്രത്യേകമായി ആചരിക്കപ്പെടാത്തത്. മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ബർത്ത്ഡേ ആഘോഷം മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ സഹാബാക്കളോ ആരും തന്നെ ആഘോഷിച്ചിട്ടില്ല. അത് കൃത്യമാണ്. പൂർവികരായ പ്രവാചകന്മാരും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹത്തായ അനുഗ്രഹം തന്നെയാണ്. എന്നിട്ടും മുൻഗാമികൾ, മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല എന്ന് എഴുതി വെക്കുന്നത് സമസ്തയുടെ പുസ്തകത്തിൽ നിന്ന് തന്നെയാണ്. ഇവിടെ സമസ്തക്കാരെന്ന് പറയുന്ന സുന്നികളാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഈ പറയുന്ന നിയമം അവിടെയും ബാധകമല്ലേ? മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ജന്മദിനം ആഘോഷം പ്രവാചകനോ സഹാബാക്കളോ ചെയ്തിട്ടില്ല എങ്കിൽ, മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷം പ്രവാചകനും സഹാബാക്കളും ചെയ്തിട്ടില്ല എങ്കിൽ, എന്തടിസ്ഥാനത്തിൽ നാം മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കും? സമസ്തയുടെ പണ്ഡിതൻ തന്നെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞു പ്രവാചകന്റെ കാലഘട്ടത്തിലോ സഹാബാക്കളുടെ കാലഘട്ടത്തിലോ ഇല്ലാത്തതാണ് എന്നുള്ളത് ശരി തന്നെയാണ് എന്നാണ്. ഇനി മതനിയമപ്രകാരം നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടുണ്ടോ? സുന്നത്താണ് എന്നാണ് വാദിക്കുന്നത്. വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണെന്നാണ് വാദിക്കുന്നത്. ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നാണ് പറയുന്നത്. പ്രവാചകനോ സഹാബാക്കൾക്കോ പരിചയമില്ലാത്ത ഈ ആഘോഷം എന്തടിസ്ഥാനത്തിലാണ് ഇത്രമാത്രം പുണ്യമുള്ള ഒരു കാര്യമായി മാറിയത്?
സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത് ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫല്യഫ്റഹു എന്ന് തുടങ്ങുന്ന ആയത്ത് നബിദിനം ആഘോഷത്തിന് തെളിവായി ഓതുന്നു. ഈ ആയത്ത് വിശദീകരിച്ച ആധികാരിക തഫ്സീർ ഗ്രന്ഥങ്ങളുണ്ട്. അതിലെവിടെയെങ്കിലും ഈ ആയത്ത് പ്രകാരം പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ തെളിവുണ്ട് എന്ന് പറഞ്ഞ അരവരിയെങ്കിലും കാണിക്കാൻ വേണ്ടി ഈ മുസ്ലിയാക്കന്മാരെ കൊണ്ട് സാധിക്കുമോ? ഒരിക്കലുമില്ല. അങ്ങനെ ഒരു സ്ഥലത്തും തന്നെ എഴുതി വെച്ചിട്ടില്ല. ഇമാം സുയൂത്തിയെ തെളിവ് പിടിക്കുന്ന ആളുകൾക്ക് ഇമാം സുയൂത്തിയുടെ തഫ്സീറു ജലാലൈനിൽ നിന്നെങ്കിലും കാണിക്കാൻ വേണ്ടി സാധിക്കുമോ? ഒരിക്കലും അവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്നത് മതനിയമമാണോ? സൗദിയിലുണ്ട്, ഇതില്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലുണ്ട്. അതുപോലെ തന്നെ കുറെ ആളുകൾ ചെയ്യുന്നുണ്ട്, മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷം ആളുകളും ചെയ്യുന്നുണ്ട് എന്നുള്ളത് മതനിയമമാണോ? നമുക്ക് സിംസാർ അൽ ഹഖുദവിയിൽ നിന്ന് തന്നെ അതിനെക്കുറിച്ച് കേൾക്കാം. ഞാൻ ചെയ്താലും അത് അവര് ചെയ്തല്ലോ ഇവര് ചെയ്തല്ലോ അത് ദീനിൽ തെളിവല്ല. ദീനിൽ തെളിവ് പരിശുദ്ധ ഹബീബും പരിശുദ്ധ ഖുർആനും അഇമ്മത്തുൽ അർബഅ പഠിപ്പിച്ചു തന്ന ഫിഖഹിന്റെ ഉലമാഉമ അവർ പറഞ്ഞോ എങ്കിൽ നമ്മളത് സ്വീകരിക്കും. അവർ പറയാത്തിടത്തോളം കാലം ഇന്നാള് ചെയ്തില്ലേ, അവര് ചെയ്തില്ലേ, ഇവര് ചെയ്തില്ലേ, അത് ദീനിൽ തെളിവല്ല. അവരും പടച്ചോനായിക്കോട്ടെ. ശരീഅത്തിന്റെ ഒരു നിയമമുണ്ട്. ശരീഅത്തിനൊത്ത് വരുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്ത ചെയ്യാൻ പാടുള്ളതല്ല. ഇത് ഒരു മുസ്ലിം ലോകത്ത് എവിടെ പോയി ജീവിച്ചാലും അവന്റെ അഖീദ ഇതാണ്. ആ അഖീദയെ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് പിന്നെ എന്താ വ്യത്യാസം? ഒരു മുസ്ലിം എവിടെ പോയി ജീവിച്ചാലും അവന്റെ അഖീദ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ഉസ്താദ് പറഞ്ഞു വെച്ച കാര്യം കൃത്യമല്ലേ? ഇദ്ദേഹം പറഞ്ഞ ആ പരിധിയിൽ നിന്ന് നമുക്ക് പരിശോധിക്കാൻ പ്രവാചകൻ, സഹാബാക്കൾ, ഉത്തമ തലമുറയിൽപ്പെട്ട ആരെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല എന്നത് വ്യക്തമാണ്. ഇസ്ലാമിൽ ഒരു നിയമമുണ്ട്. മതത്തിൽ ഒരു കാര്യവും തന്നെ പുതുതായി കൊണ്ടുവരാൻ ആർക്കും തന്നെ അധികാരമില്ല. നേരത്തെ നമ്മുടെ ഉസ്താദ് പറഞ്ഞല്ലോ, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അത് അള്ളാഹുവിൽ നിന്നുള്ള മതമാണ്. പ്രവാചകൻ പോലും സ്വന്തം ഇഷ്ടപ്രകാരമല്ല മതം പഠിപ്പിച്ചു തന്നത്, വഹീന്റെ അടിസ്ഥാനത്തിലാണ്. ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹ എന്ന് കൃത്യമായി തന്നെ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത്രയും കൃത്യമായ ഒരു വിഷയം എന്തുകൊണ്ട് പിന്നെ ചിലയിടങ്ങളിൽ ഒരു നിയമവും മറ്റു ഇടങ്ങളിൽ മറ്റൊരു നിയമവുമായി മാറുന്നത്? ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈ പറയപ്പെടുന്നതിനൊക്കെ നിയമങ്ങൾ പറഞ്ഞു. നിയമം അനുസരിച്ച് പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടുണ്ട് എന്ന് എങ്ങനെയാണ് വരുന്നത്? ആ നിയമം അനുസരിച്ചും പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ദീനിൽ ഒരു തെളിവും തന്നെയില്ല. ആളുകൾ ഒരുപാട് ചെയ്യുന്നുണ്ട്, ഒരുപാട് പണം ചെലവാക്കുന്നുണ്ട്. മുദഫർ രാജാവ് കെങ്കേമമായി ആഘോഷിച്ചു. ഇതൊന്നും ദീനിൽ തെളിവല്ല എന്ന് നമ്മൾ ഇവിടെ സമസ്തയുടെ മുസ്ലിയാരിൽ നിന്ന് തന്നെ കേട്ടു. ആരെങ്കിലും ചെയ്യുന്നു എന്നതല്ല ദീനിൽ തെളിവ്. ദീനിൽ പ്രവാചകനോ സഹാബാക്കൾക്കോ ഉത്തമ തലമുറയിൽപ്പെട്ട ആർക്കും തന്നെയോ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് പോലും പരിചയമില്ലാത്ത, അവരാരും ചർച്ച പോലും ചെയ്തിട്ടില്ലാത്ത ഈ ആഘോഷം എന്തടിസ്ഥാനത്തിൽ ഇത്രമാത്രം പുണ്യമുണ്ട് എന്ന് പറഞ്ഞ് നാം ആഘോഷിക്കുക? കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. യഥാർത്ഥ മതവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാഹ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Thank you for watching this video. Media Focus is a Malayalam Islamic YouTube channel. Please subscribe to this channel. Jazakumallahu khairan.